തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബി.ജെ.പി. എൽ.ഡി.എഫ് കൗൺസിലർമാർ തമ്മിൽ തർക്കമുണ്ടായി. ബസ് തടഞ്ഞ സംഭവത്തിൽ മേയറെ പിന്തുണയ്ക്കുന്ന പ്രമേയം ചട്ടലംഘനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബി.ജെ.പി. കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങളുമായി. അമൽ, കോടതി നിർദ്ദേശിക്കുകയായിരുന്നു സച്ചിൻ ദേവിനും മേയർക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് യദുവിന്റെ ഹർജിയിൽ. അതിനിടയിലാണല്ലോ ഇത് രാഷ്ട്രീയ വിഷയമായി കൂടി കൂടുതൽ വളരുന്നത്. പ്രതിപക്ഷം ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാനാണ് ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിനിടയിൽ ശ്രമിച്ചത്? ബഹിഷ്കരണവും ഒപ്പം പ്രമേയവും ഏത് തരത്തിലായിരുന്നു? കോടതിയിൽ നിന്നും ഉണ്ടായ തീരുമാനം ആര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതോടൊപ്പം തന്നെ അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞു വെച്ചു, അസഭ്യം പറഞ്ഞു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തിയാണ് കേസെടുക്കാനൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യദുവിൻ്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആര്യയുടെ സ്വകാര്യ വാഹനം പിടിച്ചെടുക്കണം, അതോടൊപ്പം ഈ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്തെ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടെത്തണം, ഈ സച്ചിൻ ദേവ് ഡിലീറ്റ് ചെയ്യിപ്പിച്ച ചില ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ചിത്രീകരിച്ചത്, അത് വീണ്ടെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. അതെല്ലാം ആ ഹർജിയിലെ തീരുമാനം വന്നതിന് പിന്നാലെ, കോടതിയുടെ തീരുമാനം വന്നതിന് പിന്നാലെയാണ് കൗൺസിൽ യോഗം തുടങ്ങിയത്. കൗൺസിൽ യോഗത്തിൽ വലിയ തോതിലുള്ള ബഹളം ആദ്യഘട്ടത്തിലുണ്ടായി. ആര്യയെ പിന്തുണച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കോർപ്പറേഷനിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു BJPയുടെ ആരോപണം. അത് അംഗീകരിക്കാനാവില്ല എന്ന് BJP കൗൺസിലർമാർ നിലപാടെടുത്തു. അവരുടെ BJPയുടെ കക്ഷി നേതാവ് MR ഗോപൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മേയർ ആ വിഷയത്തിൽ മറുപടി പറയുകയും ചെയ്തു. അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു മേയർ വ്യക്തമാക്കിയത്. പക്ഷേ അത് അംഗീകരിക്കാൻ കൗൺസിലർമാർ തയ്യാറായില്ല. ബഹളം വെച്ച് കൗൺസിലർമാർ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. BJP കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. UDF കൗൺസിലർമാരും LDF കൗൺസിലർമാരും തമ്മിൽ തർക്കമുണ്ടായെങ്കിലും UDF കൗൺസിലർമാർ ഇന്ന് കൗൺസിലിൻ്റെ അജണ്ടയ്ക്കനുസരിച്ചുള്ള തീരുമാനങ്ങളുമായി ആ ചർച്ചയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവരും ഈ വിഷയം ഉന്നയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആര്യയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കോടതിയിൽ നിന്നുണ്ടായത് വലിയ തിരിച്ചടിയാണ്. ശരി.